കോതമംഗലത്ത് പഞ്ചായത്ത് അംഗത്തെ മദ്യവിൽപ്പന സംഘം മർദ്ദിച്ചതായി പരാതി. എറണാകുളം കോതമംഗലത്ത് മദ്യവിൽപ്പനയെക്കുറിച്ച് എക്സൈസിന് വിവരം നൽകിയ വനിതാ പഞ്ചായത്ത് അംഗത്തെ മദ്യവിൽപ്പന സംഘം മർദ്ദിച്ചതായി പരാതി. കൂട്ടമ്പുഴ വനിതാ പഞ്ചായത്ത് അംഗം ബിന്ദു രാജേന്ദ്രനാണ് മർദ്ദനമേറ്റത്. ബിന്ദുവിന്റെ വസ്ത്രങ്ങളടക്കം വലിച്ചു കീറിയെന്നും പരാതിയിൽ പറയുന്നു. കഴിഞ്ഞ ദിവസം രാത്രി 10 മണിയോടെയാണ് സംഭവം. ക്ലബിന്റെ വിഷു ആഘോഷത്തിൽ പങ്കെടുത്ത മടങ്ങുന്നതിനിടെയാണ് ബിന്ദുവിനും കുടുംബത്തിനും നേരെ ആക്രമണമുണ്ടായത്. പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വിജയ്ക്കെതിരെ വീണ്ടും പോലീസ് കേസ്. തമിഴ്നാട്ടിൽ തെരഞ്ഞെടുപ്പ് പരസ്യപ്രചാരണം അവസാന ലാപ്പിലെത്തി നിൽക്കെ TVK അധ്യക്ഷൻ വിജയനെതിരെ വീണ്ടും കേസ്. പെരുമാറ്റച്ചട്ടം ലംഘിച്ചെന്നാരോപിച്ചാണ് മാമ്പലം പോലീസ് കേസെടുത്തിരിക്കുന്നത്. പ്രചാരണത്തിന് മാത്രമായിരുന്നു അനുമതി. എന്നാൽ വിജയ് റോഡ് ഷോ നടത്തിയെന്നാണ് പരാതി. തെരഞ്ഞെടുപ്പ് ഫ്ലൈയിങ് സ്ക്വാഡാണ് പരാതി നൽകിയത്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് മാത്രമായിരുന്നു പോലീസ് അനുമതി നൽകിയിരുന്നത്. എന്നാൽ പിന്നീട് വിജയുടെ റോഡ് ഷോ ആയി അത് മാറുകയായിരുന്നു. ഇത് ഗതാഗത തടസ്സം ഉൾപ്പെടെ ഉണ്ടാവുകയും പൊതുജനങ്ങൾക്ക് വലിയ തോതിൽ ബുദ്ധിമുട്ടുണ്ടാക്കുകയായിരുന്നു എന്നാണ് റിപ്പോർട്ട്. തിരുവനന്തപുരം വിഴിഞ്ഞത്ത് യുവാവിനെ മർദ്ദിച്ചു കൊലപ്പെടുത്തി. ബാറിലുണ്ടായ സംഘർഷത്തെ തുടർന്നായിരുന്നു കൊലപാതകം. സഹോദരങ്ങളായ അനന്തു, അച്ചു, ഇവരുടെ സുഹൃത്ത് സൂര്യജിത്ത് എന്നിവരെ അറസ്റ്റ് ചെയ്തു. ഇന്നലെ രാത്രിയാണ് സംഭവം. വിഴിഞ്ഞം സ്റ്റേഷൻ പരിധിയിലെ മുക്കോലയിലെ ബാറിൽ വെച്ചാണ് തർക്കമുണ്ടായത്. പിന്നാലെ ബാറിൽ നിന്ന് പുറത്തിറങ്ങിയതിനു ശേഷം റോഡിൽ വെച്ച് മർദ്ദിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. കനത്ത ചൂടിൽ വെന്തുരുകി കേരളം. ഇന്നു മുതൽ 3 ദിവസം 12 ജില്ലകളിൽ ഉയർന്ന താപനില മുന്നറിയിപ്പ് തുടരും. ഇടുക്കി, വയനാട് ജില്ലകൾ ഒഴികെയുള്ള ജില്ലകളിൽ യെല്ലോ അലർട്ട് തുടരുകയാണ്. ഏറ്റവും ചൂടുള്ള പാലക്കാട് 39.2 ഡിഗ്രി സെൽഷ്യസാണ് ഇന്നലെ രേഖപ്പെടുത്തിയത്. ജില്ലയിൽ ഏപ്രിൽ 19 വരെ ചൂട് 40 ഡിഗ്രിയിലോ അതിൽ കവിയാനോ സാധ്യതയുണ്ട്. കൊല്ലത്ത് 39 ഡിഗ്രി താപനിലയും കോട്ടയത്ത്, കണ്ണൂരും 38 ഡിഗ്രി താപനിലയും പ്രതീക്ഷിക്കുന്നു. കനത്ത ചൂടിൽ നിർജ്ജലീകരണം മാത്രമല്ല, ഉറക്കമില്ലായ്മ, തലവേദന തുടങ്ങിയ ആരോഗ്യ പ്രശ്നങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ധാരാളം വെള്ളം കുടിക്കുക, പകൽ സമയത്ത് സൂര്യപ്രകാശം നേരിട്ട് ശരീരത്തിലേൽക്കുന്നത് പരമാവധി ഒഴിവാക്കുക എന്നിങ്ങനെ ജാഗ്രതാ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണം. തുറവൂർ താലൂക്ക് ആശുപത്രിയിൽ രക്ഷാപ്രവർത്തനത്തിനെത്തിയ ഫയർഫോഴ്സിന് വഴി നൽകാത്ത സംഭവത്തിൽ നടപടി. വാഹനം പിടിച്ചെടുക്കുകയും വാഹന ഉടമയ്ക്കെതിരെ കേസെടുക്കുകയും ചെയ്തു. കുത്തിയതോട് കോടന്തുരുത്ത് വൈകുണ്ഠത്തിൽ സുജിത്തിനെതിരെയാണ് പട്ടണക്കാട് പോലീസ് കേസെടുത്തത്. അപകടകരമായ രീതിയിൽ വാഹനം ഓടിച്ചതിന് മോട്ടോർ വെഹിക്കിൾ ആക്ട് പ്രകാരമാണ് ഫയർ ആൻഡ് റെസ്ക്യൂ ആലപ്പുഴ SHOയുടെ പരാതിയിൽ കേസെടുത്തിട്ടുള്ളത്. ആലപ്പുഴയിൽ നിന്നും പോയ ഫയർഫോഴ്സ് വാഹനത്തിന് മുന്നിലാണ് കാർ വഴിമാറാതെ സഞ്ചരിച്ചത്.